എ വെരി വോം വെൽക്കം. നമ്മളിന്ന് നാദ്ര സഹീർ ബബ്ബറിൻ്റെ സക്കുബായി എന്ന നാടകത്തിൻ്റെ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സക്കുബായിന് ചാനലിൽ ഒരു സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ദോസ് ഹു ആർ ന്യൂ ടു ദിസ് ചാനൽ, യു പ്ലീസ് ഗോ ത്രൂ ദോസ് വീഡിയോസ്. അതോടൊപ്പം തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി അപ്ലോഡഡ് ആണ്. ആൻഡ് നൗ വി ആർ ഹിയർ ടു ഡിസ്കസ് മോസ്റ്റ് പ്രൊബബിൾ ക്വസ്റ്റ്യൻസ്. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഇത് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. സോ ലെറ്റ്സ് ഗോ സ്ട്രേറ്റ് ടു ദ ക്വസ്റ്റ്യൻസ്. സക്കുബായി നാടക് കാ രചനാകാർ കോൺ ഹെ? വളരെ സിമ്പിളാണ്. നാടക് കാ രചനാകാർ കോൺ ഹെ? നാദ്ര സഹീർ ബബ്ബർ ജി ഹെ. നാദ്ര സഹീർ ബബ്ബർ ദ്വാരാ ചലായെ ജാനെ വാലി സംസ്ഥാ കാ നാം ക്യാ ഹെ? ഒരു ഓർഗനൈസേഷൻ അവർ നടത്തുന്നുണ്ട്, നാദ്ര സഹീർ ബബ്ബർ. तो उस संस्था का नाम क्या है? एकजुट है, जिसके माध्यम से उन्होंने रंगमंच के क्षेत्र में कई नए प्रतिमान कायम किए हैं. रंगमंच എന്ന് വെച്ചാൽ എന്താണ്? വേറെ ഒന്നുമല്ല, സ്റ്റേജ്. ഈ നാടകത്തിൻ്റെ ഫീൽഡ്, തിയേറ്ററിൻ്റെ ആ ഒരു ഫീൽഡിൽ ഒരുപാട് മാറ്റങ്ങൾ, ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങൾ അവർ എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റേജ് വൈസ് അവർ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് അവരുടെ ഓർഗനൈസേഷൻ്റെ പേരാണ് ഏക്ജുട്ട്. नेक्स्ट क्वेश्चन, नाद्रा सहीर बब्बर जी ने किन किन नाटकों में കേന്ദ്രീയ ഭൂമികയെ നിഭായി ഹെ? അപ്പോൾ ഏതൊക്കെ ഡ്രാമാസിലാണ് അവർ ലീഡ് റോൾ പ്ലേ ചെയ്തിട്ടുള്ളത്? നമുക്കറിയാം, നാദ്ര സഹീർ ബബ്ബർ ഫിലിം ആക്ടർ രാജ് ബബ്ബറിൻ്റെ വൈഫാണ്. പിന്നെ അവർ സ്വയം ഒരുപാട് നാടകങ്ങളിൽ ലീഡ് റോൾ അഭിനയിച്ചിട്ടുണ്ട്. ഒഥെല്ലോ, തുഗ്ലക്, ജസ്മ ഓഢൻ, സന്ധ്യാഛായ, ബേഗം ജാൻ എന്നീ നാടകങ്ങളിൽ നാദ്ര സഹീർ ബബ്ബർ ജിനെ കേന്ദ്രീയ ഭൂമികയെ നിഭായി ഹെ. इन्हें अवरे एंदक पुरस्कारों से सम्मानित किया गया? नाद्रा सहीर बब्बर जी किन किन पुरस्कारों से सम्मानित हैं? राष्ट्रीय नाट्य विद्यालय की स्नातक और संगीत नाटक अकेडमी पुरस्कार से सम्मानित हैं नाद्रा सहीर बब्बर. ओके, और कुछ ऐसे नाटकों का उल्लेख कीजिए जिसका निर्देशन नाद्रा जी ने किया है. ഏതൊക്കെ നാടകങ്ങൾ അവർ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്? അപ്പോൾ അതിൽ പെൻസിൽ സെ ബ്രഷ് തക്, ഇത് MF ഹുസൈൻ്റെ ലൈഫ് ഹിസ്റ്ററി ആയിട്ട് റിലേറ്റഡ് ആണ്. ഈ പെൻസിൽ സെ ബ്രഷ് തക്. ഇതിഹാസ് തുമേ ലേ ഗയ കനയ്യ, അത് ധർമ്മവീർ ഭാരതിൻ്റെ കനുപ്രിയ എന്ന ഫേമസ് പോയിട്രീനെ ബേസ് ചെയ്തുള്ളതാണ്. ഓപ്പറേഷൻ ക്ലൗഡ് ബേസ്റ്റ് ആദി നാടകോं का निर्देशन നാദ്ര ജി ने किया है. ഈ ഇത്രയും ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു നാദ്ര സഹീർ ബബ്ബർ ഞാൻ ഇൻക്ലൂഡ് ചെയ്തത് ഇത് നിങ്ങളുടെ ടെക്സ്റ്റിൻ്റെ പേപ്പർ ബാക്കിലുള്ള ഇൻഫർമേഷൻസ് ആണ്. സോ യു ക്യാൻ എക്സ്പെക്ട് ദീസ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ നെക്സ്റ്റ് സക്കുബായി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള, ഡ്രാമ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ എന്തൊക്കെയാണ്? സക്കുബായി കാ വാസ്തവിക് നാം ക്യാ ഥാ? സക്കുബായി കാ വാസ്തവിക് നാം ശകുന്തള ഥാ. ശകുന്തള എന്നായിരുന്നു അവരുടെ പേര്. പിന്നീട് ഈ ബായി എന്ന് വെച്ചാൽ കാംവാലിനെ വിളിക്കുന്നതാണ്, ജോലിക്കാരികളെ. അപ്പോൾ അങ്ങനെ ബായി ആയിട്ട് പോയി കഴിഞ്ഞാൽ എല്ലാവരും ഷോർട്ടായിട്ട് സക്കുബായി എന്ന് വിളിക്കുന്നതാണ്. സക്കുബായിക്ക് മാതാ പിതാ കോൺ ഥേ? അച്ഛനും അമ്മയും ആരായിരുന്നു? മാതാ കാ നാം ലക്ഷ്മിബായി और पिता का नाम തുകാറാം ജാംഡെ. വാസന്തി और നിതിൻ കോൺ ഥേ? ഈ രണ്ട് ക്യാരക്ടേഴ്സും അതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. സക്കുബായിയുടെ സിസ്റ്ററാണ് വാസന്തി. വാസന്തി സക്കുബായി की छोटी बहन थी और नितिन उसका छोटा भाई. नेक्स्ट क्वेश्चन, सकुबाई का पति कौन था और वह क्या काम करता था? അപ്പോൾ നമുക്കറിയാം, ശകുന്തളയുടെ വിവാഹം നടന്നത് ആരുമായിട്ടാണ്? യശ്വന്ത് ഘാഗ് ആയിട്ടാണ്. യശ്വന്ത് ഘാഗ് ഭയങ്കര ഹാൻസം ആണ്, സൽമാൻ ഖാനെ പോലെയാണെന്നൊക്കെയാണ് അവൾ ഡിസ്ക്രൈബ് ചെയ്തത്. और वो क्या काम करता था? थाने की चुंगी पर काम करता था. साइली कौन थी? साइली സക്കുബായി और യശ്വന്ത് की बेटी थी. സക്കുബായിക്കും യശ്വന്തിനും ഉണ്ടായ മകളാണ് സായിലി. സക്കുബായി ने अपनी बेटी का नाम സായിലി क्यों रखा? ഈ പേര് വെക്കാനുള്ളൊരു പ്രത്യേക കാരണമുണ്ട്. അതെന്താണ്? സക്കുബായി സായി ബാബा की बड़ी भक्त थी. अक्सर उनके दर्शन के लिए शिरडी जाती थी. उसकी बेटी का जन्म साई बाबा की पुण्यतिथि गुरुवार को हुआ था और उनके प्रति श्रद्धा का भाव अर्पित करते हुए उसने अपने बेटी का नाम സായിലി रखा. അപ്പോൾ ഈ സായിലി സായിബാബ ആയിട്ട് റിലേറ്റഡ് ആണ്. സായിബാബയുടെ ഭക്തയായിരുന്നു സക്കുബായി. ആ ഷിർഡി ആശ്രമത്തിൽ പോവായിരുന്നു സായിബാബയെ കാണാൻ. അങ്ങനെ സായിബാബയുടെ പുണ്യതിഥി ഗുരുവാറിൽ ജനിച്ചതുകൊണ്ടാണ് മകളുടെ പേര് സായിബാബയോടുള്ള ഭക്തി മൂത്തിട്ടാണ് സായിലി എന്ന് വെച്ചത്.
नाटक के शुरुआत में സക്കുബായി കിസ്കെ യഹാ കാം കർത്തി നസർ ആത്തി ഹെ. നാടക് കെ ശുരുവാത് में ഉദ്ദേശിക്കുന്നത് ഈ ഹോൾ ഡ്രാമ അരങ്ങേറുന്നത് ഒരു പർട്ടിക്കുലർ ഫ്ലാറ്റിൽ സക്കുബായി ജോലി ചെയ്യുന്നു. ജോലിയുടെ ഇടയ്ക്ക് മോണോലോഗ്സ് ആയിട്ട് ആത്മകഥമായിട്ട് കുറേ ഡയലോഗ് പറയുന്നു. അതിൽ നിന്ന് നമുക്ക് സക്കുബായിയുടെ ഫാമിലിയെ പറ്റിയും അവരുടെ ലൈഫിനെ പറ്റിയും അവരുടെ പാസ്റ്റ് അതെല്ലാം നമുക്ക് മനസ്സിലാവുന്നു. അപ്പം ആ ഒരു ഫ്ലാറ്റ്, ആ ഒരു അപ്പാർട്ട്മെൻറ്റ് ആരുടെയാണ്? കിഷോർ കപൂർ ഓർ പൂജ കപൂർ. ആ ഒരു ഫാമിലിയുടെ വീടാണ് ഈ സ്റ്റേജ്. വാസ്തവത്തിൽ ഈ നാടകത്തിൻ്റെ സകല കാര്യങ്ങളും അരങ്ങേറുന്നത് അവിടെ വെച്ചാണ്. കപൂർ പരിവാർ മേ ഓർ കോൺ കോൺ ഥേ. കപൂർ പരിവാറിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? 2 ബच्चे थे, उनकी बेटी पोमला और उनका बेटा रॉकी. ഈ റോക്കിയെ സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരികയും റോക്കിക്ക് ഭക്ഷണം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നതായിരുന്നു സക്കുബായിയുടെ പ്രധാന ജോലി. പിന്നെ ആ വീടിൻ്റെ എല്ലാ ജോലിയും ആകെ മൊത്തം ചെയ്യുന്നത് സക്കുബായി ആയിരുന്നു. സക്കുബായിക്ക് മാനെ അപ്നി ചാന്ദി കി പായൽ ക്യോ ബേച്ചി ഥി. അപ്പോൾ ഈ കഥ ഈ കപൂർ ഫാമിലിയിൽ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഇവരുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങൾ പറയാണ്. അപ്പം ബച്പൻ മേ സക്കുബായിക്ക് സ്കൂളിൽ പോകാൻ വളരെ ഇഷ്ടമായിരുന്നു, പഠിക്കാനൊക്കെ താല്പര്യമായിരുന്നു. പക്ഷേ സ്കൂളിൽ പോകാൻ അമ്മ സമ്മതിക്കത്തില്ലായിരുന്നു. അനിയനെ സ്കൂളിൽ വിടാൻ അമ്മയ്ക്ക് വളരെ താല്പര്യമായിരുന്നു. അനിയനെ സ്കൂളിൽ വിടാൻ വേണ്ടി തൻ്റെ പാദസരം വരെ, വെള്ളി പാദസരം വരെ അമ്മ വിൽക്കുകയുണ്ടായി. अपने बेटे नितिन की स्कूल की पढ़ाई की खर्चा के लिए सकुबाई की माँ ने अपनी चांदी की पायल बेची थी. वह उन पैसों से उसके लिए नई वर्दी, नए जूते, मोजे, बस्ता वगैरह खरीद लाई. എന്നിട്ട് മകന് വേണ്ടി പുതിയ വർദ്ധി എന്തുവാ? നത്തിങ് ബട്ട് യൂണിഫോം, ജൂത്തെ, മോജെ, സോക്സ്, ഷൂ, സോക്സ് എല്ലാം വാങ്ങിച്ചു. ബസ്ത, ബാഗ് എല്ലാം മകന് വേണ്ടി വാങ്ങിച്ചു. കാരണം മകനെ പയ്യനായത് കാരണം, ആൺകുട്ടിയായത് കാരണം സ്കൂളിൽ വിടാൻ അമ്മയ്ക്ക് വളരെ ഉത്സാഹമായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സക്കുബായി കോ ബച്പൻ മേ സ്കൂൾ ക്യോ നെഹി ഭേജാ ഗയാ. പിന്നെ എന്തുകൊണ്ട് സക്കുബായിക്ക് സ്കൂളിൽ പോകാൻ ആഗ്രഹം ഉണ്ടായിട്ടും എന്തുകൊണ്ട് വിട്ടില്ല? സക്കുബായി की माता बेटियों को पढ़ाने के पक्ष में नहीं थी. वो नहीं चाहती थी कि बेटियां पढ़े. उनका मानना था कि बेटियां घर का काम संभाले वही उचित है. പെൺകുട്ടികൾ വീട്ടിലെ ജോലിയും ചെയ്ത് അടങ്ങി ഒതുങ്ങി ഇരുന്നാൽ മതി. അത്തഹ സക്കുബായി को स्कूल नहीं भेजा गया. तू पाठशाला जाएगी, तू पाठशाला जाएगी तो घर का काम कौन करेगा. यह प्रसंग किस रचना से उद्धृत है? यह प्रसंग कौन किससे कहता है? അപ്പം നോക്കിയേ, സക്കുബായി സ്കൂളിൽ പോകാൻ വാശി പിടിക്കുമ്പോൾ അമ്മ പറയുന്ന ഡയലോഗാണിത്. തൂ പാഠശാല ജായികി, നീ സ്കൂളിൽ പോയാൽ വീട്ടിലെ ജോലി ആര് ചെയ്യും? प्रस्तुत प्रसंग सकुबाई नाटक से उद्धृत है. शकुंतला द्वारा स्कूल जाने का आग्रह प्रकट किए जाने पर उसकी माँ का कथन है यह. ശകുന്തള സ്കൂളിൽ പോകണമെന്ന് വാശി പിടിക്കുമ്പോൾ ഒറ്റ അടിയും കൊടുത്തിട്ട് അമ്മ പറയുന്നതാണ്, നീ സ്കൂളിൽ പോയാൽ പിന്നെ വീട്ടിലെ ജോലിയൊക്കെ ആര് ചെയ്യും? नेक्स्ट क्वेश्चन, शकुंतला के पिता और उनके भाइयों के साथ अनाज के बंटवारे को लेकर हमेशा झगड़ा क्यों होता था? ഗാവിലായിരുന്നു, ഒരു ഗ്രാമത്തിലായിരുന്നു ശകുന്തളയുടെ ഫാമിലി താമസിച്ചിരുന്നത്. അച്ഛൻ കൃഷിപ്പണി ചെയ്യുമായിരുന്നു. പക്ഷേ അച്ഛനും അച്ഛൻ്റെ സഹോദരങ്ങളും തമ്മിൽ എപ്പോഴും ഈ ഒരു ധാന്യം പങ്കുവെക്കുമ്പം വിളവെടുത്ത് കഴിഞ്ഞ് എപ്പോഴും തർക്കമായിരുന്നു. അതിൻ്റെ കാരണം എന്താണ്? शकुंतला के पिता गाँव में अपने भाइयों के साथ खेती का काम करते थे, लेकिन उनका हाथ थोड़ा टेढ़ा सा था. वे अपने लूले हाथ से शायद दूसरों के जितना काम नहीं कर पाते थे. അദ്ദേഹത്തിൻ്റെ കൈ അല്പം വളഞ്ഞിരിക്കുകയായിരുന്നു ശകുന്തളയുടെ അച്ഛൻ്റെ. അപ്പോൾ അതുകൊണ്ട് തന്നെ സഹോദരങ്ങൾക്കൊരു ധാരണ ഉണ്ടായിരുന്നു, ഇയാൾ അവരുടെ അത്രയും ജോലി ചെയ്യുന്നില്ല. ഏതായാലും വളഞ്ഞ കൈയുള്ള ആൾക്ക് കൃഷിപ്പണി അധികം ചെയ്യാൻ പറ്റില്ല. പക്ഷേ ശകുന്തളയുടെ അച്ഛൻ രാവും പകലും കഷ്ടപ്പെട്ട് ജോലി ചെയ്യുമായിരുന്നു. अतः अनाज के बंटवारे के वक्त उनके भाई हमेशा आनाकानी करते थे और उन्हें हमेशा कम अनाज देते थे. വിളവെടുത്ത് കഴിയുമ്പം എത്ര കഷ്ടപ്പെട്ടാലും ശകുന്തളയുടെ അച്ഛൻ്റെ പങ്കായിട്ട് വളരെ കുറച്ച് ധാന്യമേ കൊടുക്കുള്ളായിരുന്നു. अपना हाथ देख, तू अपना हाथ देख, तू मेहनत करता है क्या, मेहनत करता है. यह प्रसंग किस रचना से उद्धृत है? यह कौन किससे कह रहा है? ഈ ഒരു ഡയലോഗ്, ഈ ഡയലോഗ്സ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നാടകമാണ്, പ്രത്യേകിച്ച് ഡയലോഗ്സിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്ന ഹാത്ത് ദേഖ്, നിൻ്റെ കൈ നോക്കിയേ. തൂ അപ്ന ഹാത്ത് ദേഖ്, തൂ മെഹനത്ത് കർത്താ ഹേ ക്യാ, നീ കൈ കൊണ്ട് എന്ത് ജോലി ചെയ്യാനാണ്, നീ ജോലി ചെയ്യുമോ? അങ്ങനെ ഒരു ചോദ്യം ആരാ ചോദിക്കുന്നത്? സക്കുബായിയുടെ അച്ഛൻ്റെ സഹോദരങ്ങൾ.
शकुंतला के काका लोग उसके पिता से अनाज के बंटवारे के संबंध में यह कहते हैं. ധാന്യം പങ്കുവെക്കുമ്പം കുറവ് കിട്ടുമ്പം ശകുന്തളയുടെ അച്ഛൻ എപ്പോഴും പരിഭവമാണ്. അപ്പോൾ ചോദിക്കുമ്പം ഇതാണ് പറയുന്നത്, तू अपना हाथ देख, तू मेहनत करता है क्या. नेक्स्ट क्वेश्चन, ശകുന്തള को अपनी माँ और भाई के साथ गांव छोड़कर मुंबई क्यों आना पड़ा. അത് അവരുടെ ലൈഫിൽ ഒരു വലിയ ട്രാജഡി ആയിരുന്നു. ഗ്രാമത്തിൽ ഫാമിലിയായിട്ട് ഒരുമിച്ച് താമസിക്കുമ്പം ശകുന്തളയ്ക്ക് തൻ്റെ അമ്മയും സഹോദരനുമായിട്ട് സിറ്റിയിലേക്ക്, മുംബൈ സിറ്റിയിലേക്ക് വരേണ്ടി വരും. അച്ഛനും അനിയത്തിയും ഗ്രാമത്തിൽ. गांव में उसके पिता खेती करते थे, लेकिन हमेशा अनाज के बंटवारे के वक्त वे उनसे नाइंसाफ़ी करते थे. नाइंसाफ़ी करना ഇൻജസ്റ്റിസ്. ധാന്യം പങ്കുവെക്കുമ്പോൾ എപ്പോഴും ഇൻജസ്റ്റിസ് ആയിരുന്നു ഇവരുടെ കുടുംബത്തിന്. उनकी हालत देख उसके नानी और मामा उन्हें उनके साथ मुंबई चलने का आग्रह प्रकट करते हैं. അപ്പോൾ ശകുന്തളയുടെ ദാദി, അച്ഛൻ്റെ അമ്മ മരിച്ചപ്പോൾ ഈ ചടങ്ങിന് ശകുന്തളയുടെ നാനി എല്ലാവരും വന്നു. അമ്മയുടെ അമ്മയും സഹോദരനും എല്ലാവരും, അമ്മാവന്മാരും ഒക്കെ വന്നു. അവർ വന്നപ്പോഴാണ് ഇവരുടെ ഈ സിറ്റുവേഷനൊക്കെ മനസ്സിലാക്കി അവർ പറയും, തും മുംബൈ ചലോ, क्यों, ताकि शहर में वे कई घरों में काम कर सकेंगी और ആംദനി भी अच्छी होगी. നല്ല വരുമാനം കിട്ടും. കാരണം ടൗണിൽ പോയി ഒരുപാടെടുത്ത് പല വീടുകളിൽ ജോലി ചെയ്ത ഗ്രാമത്തിൽ കിടന്ന് വർഷം മുഴുവനും കഷ്ടപ്പെടുന്ന സമയത്ത് ഒരു മാസം കൊണ്ട് തന്നെ ഒരുപാട് പൈസ സിറ്റിയിൽ ഉണ്ടാക്കാൻ പറ്റും. ഗാവ് ചോടത്തെ വക്ത് ശകുന്തള കെ മൻ മേ ക്യാ ക്യാ വിചാർ ആ രഹേ ഥേ. അങ്ങനെ ഇവർ തീരുമാനമാവും, ഇവർ ഫാമിലി സെപ്പറേറ്റഡ് ആവുകയാണ്. അപ്പോൾ ശകുന്തളയ്ക്ക് വളരെ വിഷമമാവും. കാരണം കൈവയ്യാത്ത അച്ഛനെ വിട്ടിട്ട് പോകുന്നത്, ഒറ്റയ്ക്കാക്കി പോകുന്നത്, അച്ഛൻ്റെ മുഖത്തും ആ ദുഃഖം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. അപ്പോൾ അത് ശകുന്തളയ്ക്ക് വളരെ ഫീൽ ചെയ്യും. ശകുന്തള अपने परिवार को अलग होते देख काफ़ी दुखी होती है. वह अपने पिता और बहन वासंती को गांव छोड़कर आना नहीं चाहती थी. अपने बाबा का लूला हाथ देखकर उसका मन एकदम दुखी हो जाता है. അച്ഛൻ്റെ ആ ഒരു വയ്യാത്ത കൈ കാണുമ്പോൾ ശകുന്തളയ്ക്ക് ഒന്നുകൂടെ വിഷമമാവും. उसे लगता है कि अगर उसका बस चले तो वह अपना पूरा शरीर गलाकर उनका सीधा हाथ बन जाती. അപ്പോൾ ആ കൊച്ചു കുട്ടിയായ ശകുന്തളയ്ക്ക് ആ സമയത്ത് തോന്നിയ വികാരം എന്താണ്, അവൾക്ക് കഴിവുണ്ടായിരുന്നെങ്കിൽ അവളുടെ ശരീരം മുഴുവനായിട്ട് ഉരുക്കിയിട്ട് അച്ഛൻ്റെ ഒരു നല്ല കൈയായി മാറിയേനെ. അത്രയ്ക്ക് അവൾക്ക് അച്ഛൻ്റെ ആ ഒരു കൈയിനെ ഓർത്ത് സങ്കടം ഉണ്ടായിരുന്നു. नेक्स्ट क्वेश्चन, मुंबई शहर पहुंचकर शकुंतला का जीवन कैसा था. अब ശകുന്തള മുംബൈ पहुंच जाती है. ശകുന്തളയും ശകുന്തളയുടെ അമ്മയും അനിയനും ഇവർ മൂന്നുപേരും കൂടെ ശകുന്തളയുടെ വീട്ടിൽ, അമ്മ വീട്ടുകാർ താമസിക്കുന്നത് മുംബൈ ടൗണിലാണ്, മുംബൈ സിറ്റിയിലാണ്. അവിടെ എത്തും. मुंबई में शकुंतला अपनी नानी के यहाँ रहती थी और वो और उसकी माँ घर घर में काम करने जाते थे. അവിടെ ചെന്ന് നല്ല കഷ്ടപ്പാടായിരുന്നു. ഓരോ വീടുകളിൽ ഓടി നടന്ന് ജോലി ചെയ്യുമായിരുന്നു. वे दोनों जी तोड़ मेहनत करते, 7-8 घरों में काम करते थे और जो पैसे मिलते थे उनमें से 2,500-3 हज़ार तो गांव भेज देते थे. बाकी में उनका और नितिन की पढ़ाई का खर्च चलाते थे. 7-8 വീടുകളിൽ ഓടി ഓടി ജോലി ചെയ്യുമായിരുന്നു. അന്ന് ശകുന്തള ചെറുതാണെന്ന് ഓർക്കണം. എന്നിട്ട് കൂടി അമ്മയുടെ കൂടെ ഒക്കുന്ന അത്രയും ജോലി ചെയ്യും. എന്നിട്ട് ഒരു എമൗണ്ട് വീട്ടിലേക്ക് അയക്കും, ഗ്രാമത്തിലേക്ക് അയക്കും അച്ഛനും അനിയത്തിക്കും വേണ്ടി. ബാക്കി ഇവരുടെ ചിലവും നിത്തിൻ്റെ പഠിത്തവും എല്ലാമായിട്ട് ചിലവഴിക്കും. മുംബൈ മേ ശകുന്തള കെ സാത്ത് ക്യാ ഹാദ്സ ഹുവ. അങ്ങനെ ഇരിക്കെ മുംബൈയിൽ താമസിക്കുമ്പോൾ ശകുന്തള കെ സാത്ത് ക്യാ ഹാദ്സ ഹുവ. ഹാദ്സ മീൻസ് എന്ത് ഇൻസിഡൻ്റാണ് ഉണ്ടായത്. शकुंतला मुंबई में अपनी नानी के यहाँ रहती थी. परिवार में अंगों की संख्या अधिक थी, जगह की कमी थी और एक रात जब उसकी माँ किसी के घर जागरण के सिलसिले में बर्तन धोने गई थी, तभी अवसर पाकर उसके खुद के छोटे मामा रवि ने उसका बलात्कार किया. അപ്പോൾ ബോംബെയിൽ ശകുന്തളയ്ക്ക് ഒരു വലിയ ട്രാജഡി ഫേസ് ചെയ്യേണ്ടി വന്നു. സ്വന്തം അമ്മാവൻ റേപ്പ് ചെയ്യാണ്. അപ്പോൾ ശകുന്തളയുടെ അമ്മ രാത്രി മുഴുവനും ഏതോ വീട്ടിൽ ജാഗരണം, ഇങ്ങനെ പൂജാപ്പാട്ട് നടത്തുമ്പോൾ രാത്രി മുഴുവനും അഖണ്ഡ യജ്ഞം നടത്തും, രാത്രി മുഴുവനും പ്രാർത്ഥനയൊക്കെ ആയിട്ട്. അപ്പോൾ അന്ന് പാത്രങ്ങളൊക്കെ കഴുകാൻ വേണ്ടി അമ്മ പോയിരിക്കുകയായിരുന്നു. തക്ക അവസരം നോക്കി സ്വന്തം അമ്മാവൻ തന്നെ രവി ബലാത്സംഗം ചെയ്യും. അപ്പോൾ അത് ശകുന്തളയുടെ ജീവിതത്തിലൊരു വലിയ ഹാദ്സയാണ്. सकुबाई की माँ छोटे मामा द्वारा हुए सकुबाई के बलात्कार की बात क्यों छुपाकर रखना चाहती है. അപ്പോൾ ഈ ഒരു ഇൻസിഡൻറ്റ് നടന്നു കഴിഞ്ഞ് സക്കുബായിയുടെ അമ്മ ഇത് സീക്രട്ടായിട്ട് വെക്കാൻ പ്രത്യേകം നിർദ്ദേശിക്കും. അതെന്തുകൊണ്ടാണ്? सकुबाई की माँ अपने ही भाई द्वारा किए नीच कर्म पर काफ़ी लज्जित थी, लेकिन वह उसको छिपा कर रखना चाहती थी, क्योंकि एक तो बेटी की और बदनामी होगी
ऊपर से कोई उससे शादी भी नहीं करेगा. രണ്ട് കാരണങ്ങളുണ്ട്. ഒന്നുകൂടെ മകൾ ഇൻസൾട്ടഡ് ആവും എല്ലാവരും അറിഞ്ഞാൽ. രണ്ടാമത് പിന്നെ മകളുടെ വിവാഹവും നടക്കൂല. फिर उसके ससुराल वालों का उसके अपने परिवार वालों से झगड़ा हो जाएगा. അത് മാത്രമല്ല അവിടെ സ്വന്തം ആങ്ങളെയാണ് ഇത് ചെയ്തത്, ഈ കർമ്മം ചെയ്തത്. അപ്പോൾ ഈ ഒരു നീച കർമ്മം ചെയ്തു, പക്ഷേ സ്വന്തം ആങ്ങളെ ചെയ്തതുകൊണ്ട് ഭർത്താവിൻ്റെ വീട്ടുകാരോടും ഭർത്താവിനോട് പോലും ഇത് പറയാനൊക്കത്തില്ല. കാരണം രണ്ട് കുടുംബങ്ങൾ തമ്മിൽ വലിയ അടിയാവും. इन सब बातों के कारण वह बलात्कार की बात को छुपा कर रखती है. मेरी आई ने मुझे बहुत समझाया और कसम दी कि मामा वाली बात मैं किसी से ना कहूँ. ये प्रसंग किसके द्वारा उद्धृत है? സന്ദർഭ് സംജായി. അപ്പോൾ സന്ദർഭ് എന്തുവാണ്? ഇതാണ് സന്ദർഭ്. ബലാത്കാരം നടന്നതിന് ശേഷം അമ്മ പറയും, പ്രോമിസ് ഇടിപ്പിക്കും, നീ ഇതാരോടും പറയരുതെന്ന്. और ये किसके द्वारा उद्धृत है? सकुबाई द्वारा. ये प्रसंग सकुबाई द्वारा उद्धृत है. सकुबाई का बलात्कार उसके खुद के मामा करते हैं और उसकी माँ चाहती थी कि ये बात कोई जाने नहीं. वासंती किसके साथ भाग जाती है? അടുത്തത് ഗ്രാമത്തിൽ നിന്ന അനിയത്തി വാസന്തി. വാസന്തിയെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ആ വീഡിയോസിലൊക്കെ പറയുന്നുണ്ട്. ഭയങ്കര ഹൈറ്റും വെയിറ്റും ആയിരുന്നു. യൂഷ്വൽ സൈസിനേക്കാളും വളരെ വളർച്ചയായിരുന്നു, പ്രായത്തിന് തക്ക വളർച്ചയല്ലായിരുന്നു. അപ്പോൾ അതനുസരിച്ച് അവിടെ നടത്തയൊക്കെ അതുപോലെ ആയിരുന്നു. എന്നെ നോക്കിക്കോളൂ, എന്നെ ശ്രദ്ധിക്കൂ എന്ന രീതിയിലായിരുന്നു. അപ്പോൾ वो भाग जाती है. किसके साथ भाग जाती है? अहमद रिक्शे वाले के साथ भाग जाती है. उसका कोई चक्कर चलता है अहमद रिक्शे वाले के साथ. അപ്പോൾ വാസന്തിയുടെ അച്ഛനും ഈ കാര്യത്തിൽ ഡൗട്ട് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സംഭവിക്കും. वासंती अहमद रिक्शे वाले के साथ भाग जाती है. वासंती के बारे में क्या क्या उड़ती खबर आती थी? അഹമ്മദ് റിക്ഷേ വാലെ കെ സാത്ത് ഭാഗ് ജാത്തി ഹെ. പക്ഷേ അതിനുശേഷവും പലരും വാസന്തിയെ പറ്റി പല കഥകൾ ഉടുത്തി ഖബർ ആത്തി ഹെ. ഉടുത്തി ഖബർ മീൻസ് ചിലർ പറയും അവിടെ വെച്ച് കണ്ടു, ഇവിടെ വെച്ച് കണ്ടു, അവൾ ഇവൻ്റെ കൂടെ ആയിരുന്നു, അങ്ങനെ കുറേ വാർത്തകൾ വാസന്തിയെ പറ്റി വരും. वासंती पहले तो अहमद रिक्शे वाले के साथ भाग जाती है. बाद में खबर मिलती है कि वो किसी बंगाली के साथ कलकत्ता भाग गई. फिर किसी ने बताया कि वो मुंबई में ही है. ചിലർ പറയും ബോംബെ തന്നെ ഉണ്ട്, ചിലർ പറയും ഒരു ബംഗാളിയുടെ കൂടെ അവൾ കൽക്കട്ടയിലേക്ക് പോയി. അങ്ങനെ പല വാർത്തകളും വാസന്തിയെ പറ്റി വരും. अंत में वासंती का क्या होता है? अंत में पता चला कि वासंती कामाटीपुरा में धंधा करती थी और उसने ആത്മഹത്യ कर ली. കാമാട്ടിപ്പുര റെഡ് ലൈറ്റ് സ്ട്രീറ്റ് ആണ്, പ്രോസ്റ്റിറ്റ്യൂട്ട്സിൻ്റെ സ്ഥലമാണ്, സെക്സ് വർക്കേഴ്സിൻ്റെ സ്ഥലമാണ്. അവിടെ വാസന്തി ധന്ദ करती थी और उसने ആത്മഹത്യ कर ली. പിന്നീട് ആ ബോഡിയൊക്കെ കിട്ടുന്നതായിട്ടൊക്കെ കഥയിലുണ്ട്, നിങ്ങൾക്ക് കഥ അറിയാം. സക്കുബായി का पति किस बीमारी का शिकार होता है? നീ സക്കുബായിയുടെ ഹസ്ബൻഡ് ആരാണ്? യശ്വന്ത് ഘാഗ്. उसे कौन सी बीमारी होती है? एड्स बीमारी का शिकार होता है. यशवंत वही फुटपाथ पर बैठकर फूट कर रोने लगा. സന്ദർഭ് വ്യക്ത കീജിയെ. എന്താണ് സന്ദർഭ്? ഡോക്ടർ പറയാണ് യശ്വന്തിന് എയ്ഡ്സ് ആണെന്ന് പറയാണ്. അത് കേട്ടിട്ട്, ആ വാർത്ത കേട്ടിട്ട് യശ്വന്ത് വഹി फुटपाथ पर बैठकर फूट कर रोने लगता है. जब उसे डॉक्टर बताते हैं कि उसे एड्स जैसी जानलेवा बीमारी है. यशवंत अपने अंतिम दिनों में गांव क्यों चला जाता है? ലാസ്റ്റ് ഡേയ്സിൽ അവനറിയാം അവൻ അധികം ദിവസം യശ്വന്തിന് മനസ്സിലായി രോഗം കാരണം അധികം ദിവസം ജീവിച്ചിരിക്കില്ല എന്ന്. അപ്പോൾ അവസാന ദിവസങ്ങൾ അവൻ ഗ്രാമത്തിൽ അങ്ങ് പോവും. അപ്പോൾ എന്തുകൊണ്ടാണ്? यशवंत जानता था कि उसकी बीमारी जानलेवा है और साथ ही उसकी पत्नी और बेटी को भी खतरा है. മാത്രമല്ല ഈ രോഗമായിട്ട് അവിടെ താമസിച്ച വൈഫിനും ഡേഞ്ചറാണ്. കാരണം എയ്ഡ്സ് ഒരു കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണെന്ന് അയാൾക്കറിയാം. അതുകൊണ്ട് തന്നെ अतः वह अपने अंतिम दिनों में गांव चला जाता है और वहीं उसकी मृत्यु होती है. ലാസ്റ്റ് ഡേയ്സിൽ ഗ്രാമത്തിൽ പോവും, അവിടെ തന്നെയാണ് യശ്വന്ത് മരിക്കുന്നത്. സക്കുബായി കാ ഭായി നിതിൻ കിസ്സെ ഷാദി കർത്താ ഹെ. നിതിൻ പഠിത്തമൊക്കെ കഴിഞ്ഞ് ഒരു നല്ല യുവതി सुमन नामक युवती से शादी करता है और उनके 2 बच्चे भी होते हैं, अजीत और मीना. ഈ രണ്ട് ക്യാരക്ടേഴ്സിനെ പറ്റി ജസ്റ്റ് മെൻഷൻ ചെയ്യുന്നേ ഉള്ളൂ നാടകത്തിൻ്റെ അവസാനം. സുമൻ വൈഫാണെന്നും സുമൻ സക്കുബായിക്ക് വളരെ ഹെൽപ്പായിരുന്നു. കാരണം സക്കുബായിയുടെ ഹസ്ബൻഡ് യശ്വന്ത് ഹോസ്പിറ്റലൈസ്ഡ് ആയപ്പോഴെല്ലാം സുമനായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. പിന്നെ അവർക്ക് 2 മക്കളുണ്ടായിരുന്നെന്ന് ഇങ്ങനെ പറഞ്ഞു പോകുന്നേ ഉള്ളൂ, അജീത് और मीना. सकुबाई की बेटी साइली पढ़ने में कैसी थी? साइली पढ़ने में काफ़ी तेज़ थी. बीकॉम में उसका फर्स्ट क्लास आता है और 12वीं कक्षा में भी वह फर्स्ट क्लास में पास होती है. साइली പഠിക്കാൻ വളരെ മിടുക്കിയായിരുന്നു. ബികോം ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി. 12th സ്റ്റാൻഡേർഡും അവൾ ഫസ്റ്റ് ക്ലാസ്സാണ് പാസ്സായത്.
സായിലി को कौन से इनाम से पुरस्कृत किया जाता है? സായിലിക്ക് ഏത് പുരസ്കാരമാണ് കിട്ടുന്നത്? സായിലി पढ़ने लिखने में तेज थी, साथ ही कविताएं भी लिखती थी. उसकी कविताओं की पुस्तक भी प्रकाशित हो चुकी थी और उसे युवा कवयित्री के पुरस्कार से सम्मानित किया जाता है. പഠിക്കാൻ നല്ല മിടുക്കിയായിരുന്നു, സ്കോളർഷിപ്പോടെയായിരുന്നു പഠിക്കുന്നത്. ഫസ്റ്റ് ക്ലാസ്സിലാണ് BCom 12th പാസ്സായത്. ഒപ്പം കവിതകൾ എഴുതുമായിരുന്നു. അപ്പോൾ യുവ കവയിത്രിയായിട്ട് സെലക്ട് ചെയ്തു. പോയംസിൻ്റെ ബുക്സും പബ്ലിഷായി. അങ്ങനെ സായിലി പഠിക്കാൻ നല്ല മിടുക്കിയായിരുന്നു. അങ്ങനെ സ്കൂളിൽ പോകാത്ത സക്കുബായിയുടെ മകൾ പക്ഷേ നല്ല മിടുക്കിയായിരുന്നു. आई बहुत मेहनत कर ली तूने, अब तेरा काम पर जाना बंद, अब तू घर बैठकर आराम करेगी, यह प्रसंग कौन किससे कह रहा है? ഈ പ്രസംഗം, ഈ ഒരു സിറ്റുവേഷൻ ഏതാണ്? സായിലി തൻ്റെ അമ്മയോട് പറയാണ്, ഇനിയും ജോലിക്ക് പോയതൊക്കെ മതി, ഇനി ഞാൻ കാര്യങ്ങൾ നോക്കും. ആപ് ഘർ മേ बैठकर आराम कीजिए. चलो एक तो फ़र्क पड़ा, मेरी आई ने पढ़ने के लिए मुझे थप्पड़ मारा था, आज मेरी लड़की मुझे पढ़ने के लिए कहती है. यह प्रसंग किस संदर्भ में कहा गया है? साइली नाटक के अंत तक आते आते काफ़ी समझदार हो जाती है. पढ़ने में तेज़ थी, साथ ही कवयित्री भी थी. वह सकुबाई की ज़िंदगी में प्रकाश लाना चाहती है. अतः वह माँ को पढ़ाई लिखाई करने का प्रोत्साहन देती है. അമ്മയുടെ ജീവിതം കണ്ടു വളർന്നതാണ് സായിലി. അമ്മ കഷ്ടപ്പെടുന്നതും അമ്മയ്ക്ക് പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നെന്നും പഠിക്കാൻ പറ്റിയില്ലെന്നും ഒക്കെ സായിലിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ സായിലി അവസാനം പറയാണ്, അമ്മ ഇനി റെസ്റ്റ് ചെയ്തിട്ട് അമ്മ ഇനിയെങ്കിലും പഠിക്കാൻ നോക്ക്. അമ്മയുടെ ജീവിതത്തിലൊരു പുതിയ പ്രകാശമായിട്ടാണ് സായിലി വരുന്നത്. അപ്പോൾ സക്കുബായി ആ സമയത്ത് പറയുന്നതാണ്, ആ സന്ദർഭത്തിൽ സക്കുബായി പറയുന്നതാണ്, ചലോ ഏക് തോ ഫർക്ക് പടാ, ഒരു ഡിഫറൻസ് എങ്കിലും ഉണ്ടായി. മേരി ആയിനെ പഠനേ കെ ലിയെ മുझे थप्पड़ मारा था, ഞാൻ പഠിക്കണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അമ്മ എന്നെ അടിക്കുകയാണ് ഉണ്ടായത്. ആജ് മേരി ലടുക്കി മുझे പഠനേ കെ ലിയെ कहती है, ഇന്ന് എൻ്റെ മകൾ എന്നോട് പഠിക്കാനാണ് പറയുന്നത്. ഓക്കെ, സോ ഇതൊക്കെയാണ് മോസ്റ്റ് പ്രൊബേബിൾ ഷോർട്ട് ക്വസ്റ്റ്യൻസ് സക്കുബായിൽ നിന്ന് വരുന്നത്. സിമ്പിളാണ്, നിങ്ങൾക്ക് പെട്ടെന്ന് എക്സാമിന് മുമ്പ് ഹോൾ ഡ്രാമ വായിക്കാൻ പറ്റില്ലായിരിക്കും. സോ യു ഗോ ത്രൂ ദീസ് നോട്ട്സ്. സൂൺ ഐ വിൽ ബി അപ്ലോഡിങ് ഷോർട്ട് ആൻസേഴ്സ് ആസ് വെൽ ആസ് essay. So keep in touch.